മക്കളെ ഒറ്റ കാര്യം, നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ പബ്ലിക് റവന്യൂ ഇല്ലേ, പൊതുച്ചെലവും പൊതുവരുമാനവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പൊതുച്ചെലവ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറും രണ്ട് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറും, അഥവാ വികസന ചെലവുകളും വികസനേതര ചെലവുകളും എന്ന് പറഞ്ഞിട്ട്. അല്ല, വികസന ചെലവുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് റോഡ് പറയാം, ബ്രിഡ്ജ്, പാലങ്ങൾ പറയാം, ഒക്കെ നമുക്ക് ഉദാഹരണം പറയാം. അതേസമയം വികസനേതര ചെലവുകൾക്കോ പെൻഷന്, വാറ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഈ മൂന്നെണ്ണമാണ് വികസനേതര ചെലവുകൾ അഥവാ പബ്ലിക് എക്സ്പെൻഡിച്ചർ അഥവാ പൊതു ചെലവിന് പ്രധാനമായിട്ടുള്ള കാര്യം. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു, അഥവാ പൊതു വരുമാനത്തിന്റെ കാര്യത്തിലേക്ക്, പബ്ലിക് റവന്യൂവിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തരം വരുമാനമാണുള്ളത്: ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു: ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. പ്രത്യക്ഷ വരുമാനം, പരോക്ഷ വരുമാനം എന്ന് പറഞ്ഞാൽ രണ്ടായി തരംതിരിക്കുന്നു. അതേസമയം നോൺ ടാക്സ് റവന്യൂകളോ ഫീസ്, ഫൈന്, പെനാൽറ്റി, ഗ്രാന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇവയാണ് ആക്ച്വലി ഉദാഹരണങ്ങളുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. ഡയറക്ട് ടാക്സിന്റെ ഉദാഹരണം ഏതാണ് മക്കൾക്ക് അറിയാവുന്നത്? താഴെ ഒന്ന് കമന്റ് ചെയ്തോ, പഠിച്ചല്ലോടാ.